another Minecraft video. I am the Mr. Black Benny. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ലോഡിങ് ആയിക്കോട്ടെ. ഇന്നത്തെ ഈ ഒരു മൈൻക്രാഫ്റ്റ് വീഡിയോ വളരെ എക്സൈറ്റ്മെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ഇപ്പോൾ ക്രിയേറ്റീവ് കളിക്കുന്ന വേൾഡിൽ ഞാൻ നേരെ ഡയറക്റ്റ് സർവൈവൽ കൊണ്ടുപോയി സർവൈവൽ കളിക്കും. സർവൈവൽ കളിച്ചിട്ട് എനിക്ക് പറ്റുന്ന വിധത്തിൽ ഇപ്പോൾ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ക്രിയേറ്റീവ് തന്നെ ഡിസ്ട്രോയ് ചെയ്യും. എന്നിട്ട് ഫസ്റ്റായിട്ട് നമ്മൾ എന്താണോ ചെയ്യണത് ഫസ്റ്റ് തൊട്ട് പിന്നെ അവസാനം എൻ്റർടൈനെ പറ്റുമെങ്കിൽ ഐ ക്യാൻ ഡു എന്നെനിക്കിതുണ്ട്. പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ് എന്ന് പറഞ്ഞ പോലെ പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റർടൈനെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞോട്ടത്തെ വീഡിയോയിൽ ഞാൻ പാർട്ട് 1 ഇട്ടിരുന്നത്, പക്ഷെ അതിന് പാർട്ട് 1 ഇട്ടിട്ടില്ല. മൈ ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ഹൗസ് എന്ന് ഇട്ടിരിക്കുന്നത്. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഈ പറഞ്ഞ മൈൻക്രാഫ്റ്റ് വീഡിയോ സെക്കൻഡാണ്, പാർട്ട് 2 ആണ്. ചിലപ്പോൾ 5 വരെ കാണുള്ളൂ, ചിലപ്പോൾ നെക്സ്റ്റ് 5 വരെ വന്നിട്ട് ചിലപ്പോൾ ഇനി അടുത്ത ഞാനും മീൻസ് ആദിത്യൻ, എൻ്റെ ഒറിജിനൽ നെയിം ആദിത്യനാണ്. അപ്പോൾ ആദിത്യനും പിന്നെ ഡി ജി പ്രോ ഗെയിമിൻ്റെ ഒറിജിനൽ നെയിം ഡി ജി പ്രോ ഗെയിമിൻ്റെ റിവീൽ ചെയ്യും. ഫേസ് റിവീൽ ചെയ്തു, നെയിം റിവീൽ ചെയ്യും. അത് കുറച്ച് സമയം എടുക്കും. എൻ്റെ ഫേസ് റിവീൽ വരാൻ നിങ്ങൾ ഫൈറ്റിന് PvP മീ വെസസ് ഡി ജി പ്രോ ഗെയിമറിൻ്റെ ഒരു PvP ഉണ്ട്. ആ PvPക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ ഒറ്റ PvP മതി. ഞാനും ഡി ജി പ്രോ ഗെയിമിങ്ങും തമ്മിലുള്ള സ്ട്രോങ് എങ്ങനെയാണെന്ന് എനിക്കും ഡി ജി പ്രോ ഗെയിമിങ്ങിന് മനസ്സിലാക്കാൻ പറ്റും. അത്രയും കട്ടക്കണം ഞങ്ങൾ രണ്ടുപേരും PvP ചെയ്യാൻ പോണത്. അഥവാ ഡി ജി പ്രോ ഗെയിമിങ്ങോ അല്ല ഞാനാണോ ജയിക്കണേന്ന് അതിൽ നമുക്ക് കണ്ടറിയാം. ഞാൻ ഇത്തിരി വാദകടി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വീട്ടിലെ വാതിലടച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആരെങ്കിലും കയറുന്ന അപ്പോൾ അറിയില്ല. കാരണം ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്. ഞാൻ മൊബൈൽ കളിക്കുമ്പോൾ ഫുൾ കൺട്രോൾ എൻ്റെ മൊബൈലിലായിരിക്കും. ഒരിക്കലും വേറെ ഒന്നിലും എൻ്റെ കൺട്രോൾ പോവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൺട്രോൾ അഥവാ പോവാതിരുന്ന ഇതിനെ നമ്മളെ വീട്ടിൽ തൊട്ടപ്പോൾ തന്നെ അമ്മമ്മയുണ്ട്. അമ്മമ്മ ഭയങ്കര കള്ളിയാണ്. സത്യം പറയാൻ ഇത് നിങ്ങൾ ജോക്കായിട്ട് എടുക്കല്ലോ. ഒരിക്കലും നിങ്ങൾ ജോക്കായിട്ട് എടുക്കില്ല, സത്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വാലൊക്കെ ലോക്ക് ചെയ്ത് പെടുന്നിരുന്നത്. അഥവാ എനിക്കും ഡി ജി പ്രോ ഗെയിമിങ്ങുമായിട്ട് കളിക്കാനുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് പൊളിക്കും മോനെ. ഇപ്പം നിങ്ങൾക്ക് സ്കൂൾ സമ്മർ ഡേ ആയിരിക്കും. എല്ലാവർക്കും സമ്മർ ഡേ ആശംസകൾ നേരിടുന്നു. ഇപ്പം നമുക്ക് നേരെ ഗെയിമിലോട്ട് പോകാം. കഴിഞ്ഞ വട്ടം അതിൻ്റെ സൗണ്ട് ഭയങ്കര ലോ ആയിരുന്നു. നല്ലെന്ന് പറഞ്ഞാൽ നല്ല ലോ ആയിരുന്നു സൗണ്ട്. ഇത്തവണ ഞാൻ ഇപ്പം എൻ്റെ ഈ കയ്യിലുള്ള എൻ്റെ ഈ ഐറ്റം മൊത്തം ഡ്രോപ്പ് ചെയ്യും. മീൻസ് എന്ന് വെച്ചാൽ മൊത്തം ഐറ്റം ഞാൻ ഡ്രോപ്പ് ചെയ്യും. എനിക്ക് മാക്സിമം പറ്റുന്ന ഡ്രോപ്പ് ചെയ്യാം. ആദ്യം നമ്മൾ കയറിയിട്ട് ഫസ്റ്റ് കയറിയിട്ട് ടൈമിൽ കയറി ഡേ ആക്കിയിട്ട് പിന്നെ ഒന്നും കൂടെ കമാൻഡിൽ കയറി ടൈമിൽ കയറിയിട്ട് വെതറിൽ കയറി ക്ലിയർ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് കൊണ്ട് കളി. നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് തന്നെ വളരെ എന്ന് പറഞ്ഞാൽ വളരെ ദൂരം പോകണ്ട. ഏകദേശം നമുക്ക് നമ്മളെ വീട് കാണാത്ത രീതിയിൽ നമ്മൾ പോകണം. ഓക്കെ സ്പേസ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഇവിടുന്ന് ആ ഭാഗത്തോട്ട് പോകണമെങ്കിലും ഞാൻ വീട്ടിനകത്ത് പോകില്ല. ഒരിക്കലും ഞാൻ വീട്ടിനകത്ത് പോകണ ഒരു പരിപാടിയില്ല.
വീട് കണ്ടാൽ വീട്ടിൽ പോകില്ല. അപ്പം നമുക്ക് നേരെ സർവേ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കമാൻഡ് അടിക്കാൻ വല്ല പാട് വല്ലതും ഉണ്ടെങ്കിൽ ഇതേപോലെ അടിച്ചാൽ മതി. /game mode S എന്ന് അടിച്ചാൽ മതി. അഥവാ ക്രിയേറ്റീവ് പോകണമെങ്കിൽ /game mode C എന്ന് അടിക്കണം. സ്പെക്റ്റേറ്ററിൽ പോകണമെങ്കിൽ നമ്മൾ ഫുൾ അടിക്കണം. /game mode സ്പെക്റ്റേറ്റർ മൊത്തം തന്നെ അടിക്കണം, എന്നാലും പോകുള്ളൂ. ഇപ്പോൾ നമ്മൾ പ്യൂർ സർവൈവൽ വന്നിട്ടുണ്ട്. ബട്ട് എനിക്ക് സെറ്റിങ്സ് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ സെറ്റിങ്സിൽ കൊടുത്തിട്ട് ക്ലാസിക് എഡിഷൻ ആണ്. എനിക്കതാണ് ഇഷ്ടം. ഹാർട്ടും ഹങ്കർ ബാറും ലൈഫ് ഹങ്കർ ബാർ എനിക്ക് താഴെ എൻ്റെ ഇൻവെൻട്രീൻ്റെ തൊട്ടടുത്ത് തന്നെ വേണം. അതാണ് മോനെ മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കളിക്കണം. അല്ല ഹാർട്ടൊക്കെ കൊണ്ട് മേളി വെച്ചിട്ട് ഹങ്കർ ബാറും കൊണ്ട് മേളി വെച്ചിട്ട് കളിച്ചാൽ കൊള്ളൂല, തീരെ കൊള്ളൂല. ഒരു ജോയ്മെൻ്റ് തന്നെ പോകും നമുക്ക് കയ്യിൽ നിന്ന്. അത്ര ഇതാണ്. ഞാൻ ഇപ്പം ഇതിനാണ് അല്ല ആദ്യം നമ്മൾ ടച്ച് കയറിയിട്ട് ഇതിൽ പോയി മേലാക്കിയിട്ട് മേലാക്കുമ്പോൾ ഒന്നും ആവില്ല. സോറി, മിസ്റ്റേക്ക്. ഇത്തിരി വളിച്ചാൽ കോമഡി കുറച്ച് കൂടുതലാണ്. സ്ക്രീനിലല്ലേ ഇതിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് ക്ലാസിക് വേർഷൻ ചെയ്തേക്കണം. എന്നിട്ട് ഗെയിമിൽ പോകുമ്പോൾ നമുക്കിത് തന്നെ നമ്മളെ ക്യാരക്ടർ ആനിമേഷൻ ചെയ്താക്കാം. ലെറ്റ്സ് ഗോ. അയ്യോ, നെറ്റൊക്കെ ഓഫാണല്ലോ. അതല്ല, ചിലപ്പോൾ ഈ വീഡിയോ 1/2 മിനിറ്റത്തേക്ക് കാണുള്ളൂ. കാരണം എനിക്ക് അത്ര ചാർജ് കുറവാണ്. ചാർജുള്ള രീതിയിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കൂട്ടി പറയാണ്. അഥവാ എൻ്റെ മൊബൈലിൽ 5-4% ചാർജ് കുറഞ്ഞു. മാക്സിമം ഞാൻ ചാർജ് കൂട്ടുക എന്നൊക്കെയായിരുന്നു. പക്ഷെ ഇന്ന് വീഡിയോ ഇടുന്നതായിരുന്നില്ലേ, ഉത്തരവാദിത്തമുള്ള യൂട്യൂബറായിപ്പോയില്ലേ, ഇട്ടല്ലേ പറ്റുമോ. പിന്നെ എനിക്ക് പാർക്കോർ അത് ചിലപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ വരും. അതാണ് കേസ് എൻ്റെ വീഡിയോ. പക്ഷെ ഞാൻ അങ്ങോട്ട് പോകണ ഒരു ഇതില്ല. ഐ നെവർ ഗോ. അത് എൻ്റെ വീടല്ല, അത് ബ്ലാക്ക് സ്മിത്ത് ആണെന്ന് പറയുന്നത്. അത് ഞാൻ അത് പില്ലേജ പോസ്റ്റാണെന്ന് കേൾക്കുള്ളൂ. കാണാൻ പറ്റാം. ഈ ഒരു മൈൻക്രാഫ്റ്റിനൊക്കെ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പില്ലേജ പോസ്റ്റാണ്. സത്യം പറയാതെ അവന്മാരൊക്കെ ഇറങ്ങി വരുമ്പോൾ റേവഞ്ചറന്മാരെ കൂടെ വന്നപ്പോൾ നമ്മൾ ഇരുന്ന് കഴിയും. ദാറ്റ് ഈസ് ദ ബിഗ് പ്രോബ്ലം. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ തീർന്നു മോനെ. പ്രത്യേകിച്ച് ഏത് പ്ലെയർ കളിച്ചാലും. ഇപ്പോൾ DG Pro ഗെയിമിങ് എന്നത് ഒരു റിക്വസ്റ്റ് കാട്ടും. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ വേണമെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ നിന്നിട്ട് പതിയെ നിനക്ക് പോയാൽ പോരെ, അല്ല ഫസ്റ്റ് ഫൈറ്റ് വേണമെന്ന് എന്നതൊക്കെ കേട്ട്. ഇപ്പോൾ കേൾക്കും DG Pro ഗെയിമർ അങ്ങനെ കേൾക്കാൻ നിൻ്റെ കൂടെ നിൽക്കുന്ന ആരുന്നില്ലേ. സത്യം പറഞ്ഞാൽ DG Pro ഗെയിമർ എൻ്റെ ഫ്രണ്ടാണ്. DG Pro ഗെയിമർ എഡിറ്ററുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എഡിറ്ററും എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ കുറച്ച് പേരുണ്ട്. ഗൈസ്, നിങ്ങൾ ഇതൊക്കെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ. നമുക്ക് മാക്സിമം ഒരു 5 ലൈക്കേ കിട്ടിച്ചുള്ളൂ. മാക്സിമം ലൈക്ക് അടിച്ച് കാരണം ഒരു 10 ലൈക്ക് തരുമോ പ്ലീസ്. സബ്സ്ക്രൈബും ലൈക്കും കൂടെ ഒരു 10-100 ആക്കി തരുമോ? എന്നാൽ ഞാൻ ഇതേപോലത്തെ വീഡിയോ ശ്രമിക്കാം. ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. 2 വീഡിയോ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാം. അതുപോലെ ഇപ്പോഴേ നിങ്ങൾക്ക് വാർണിംഗ് തന്നുകൂടെയാണ്. പിന്നെ സബ്സ്ക്രൈബ് ഇല്ല, മറ്റേതില്ല. ഓക്കെ, നിങ്ങൾക്ക് കമൻട്രിയൊക്കെ ഓപ്പൺ ആക്കിയിടാൻ പറ്റുമെങ്കിൽ കമൻറ്റൊക്കെ ചെയ്ത് എന്നെ നല്ലോണം ആക്കണം. DG Pro ഗെയിമറിനെ നമുക്ക് പൊട്ടിക്കണം. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ 2 വീഡിയോ ഇട്ടിട്ട് എന്തിനാണ് ഇങ്ങനെ ചുമ്മാ
വാല കൊല ചുമ്മാ വായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ സമാധാനം എനിക്ക് ആവശ്യമുള്ളത് DG Pro ഗെയിമറിൻ്റെ തൊള്ളാക്കിട്ടൊരു സാധനം പൊട്ടിക്കണം. കാരണം അവന് ഭയങ്കര ഷോ ഒന്നും പറഞ്ഞാൽ ഷോയാണ് ബ്രോ. അയ്യോ ലോങ് ജമ്പ്. സത്യമായ ഗ്യാസ് മൈൻക്രാഫ്റ്റ് വേൾഡ് അറിയാമോ? കാരണം ഇത് ഇവിടുത്തെ ലാഗ് തന്നെ. അയ്യോ നമ്മൾ ഇതിലേക്കും ഫുഡ് പൊടിച്ചിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതിലേക്ക് വാടേ. ഓക്കെ, എന്ത് ഡയറക്റ്റിനെ തൂക്കിയെടുത്ത് നമ്മളിവിടെ വയ്ക്കണം. ഇതിനെ തൂക്കി ഇങ്ങനെ വയ്ക്കണം. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ 1 2 3. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് പെട്ടിക്കണം. എന്നിട്ട് അതിലമക്കിയിട്ട് ഇപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, 1 പിക്കാക്സ്, 1 അക്സ്, 1 ഷെവല്. ഇത്ര തന്നെ നമുക്ക് മതി. ഇതിലും കൂടുതൽ നമുക്ക് ആവശ്യമില്ല. കാരണം പിക്കാക്സ് നമുക്ക് മൈൻ ചെയ്യാൻ, ഇത് നമുക്ക് വുഡ് പൊട്ടിക്കാൻ. മനസ്സിലായോ? ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, നമുക്ക് ഇവിടുന്ന് തന്നെ ഫസ്റ്റ് തന്നെ കുറിച്ച് മുഞ്ചിയാ ഇവിടുന്ന് താഴോട്ട് മഞ്ഞോ മൂഞ്ചിയേ. പെട്ടെന്ന് ഇത്തിരി പൊട്ട്. ഫസ്റ്റ് ഇങ്ങനെ മൈൻക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ റിയൽ ലൈഫിൽ വന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാണ്. ഞാനൊക്കെ സത്തു 1 സെക്കൻഡിൽ തന്നെ. മൊബൈലിന് അടി കൊണ്ടിട്ടില്ല. ഒരിക്കലും ഞാൻ മൊബൈലിന് അടി കൊണ്ടിച്ചാവില്ല. മൊബൈലിന് അടി കൊണ്ട് തോന്നുമല്ല, വിഷം കിട്ടും. കാരണം എനിക്ക് ആനിമൽസിനെ പിടിക്കുന്ന ഈ സ്കില്ല് കുറച്ച് കുറവാണ് ഗീസ്. ബാബ്രസാപ്പ് പെട്ടെന്ന് ഒത്തിരി ആയി വാടാ. നീ ഇവിടെ പോ. ഓക്കെ, കഴിഞ്ഞില്ല. പിടിച്ചെടുക്കും. എനിക്ക് ഇൻവെൻട്രി വെച്ചിട്ട് ഈ മൊത്തം മറിഞ്ഞ് ഞാൻ പൊടിച്ചിട്ട് ഒരു വീടുണ്ടാക്കാൻ ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു വീടുണ്ടാക്കാൻ ട്രൈ ചെയ്തായിരുന്നു. പക്ഷെ അത് പറ്റിയില്ല, പാളിപ്പോയി. കാണാൻ ഓളാ വീട് ഉണ്ടായിരുന്നാണ്. അതുകൊണ്ട് ആ വീടിന് തന്നെ എഡിറ്റൊക്കെ കൊണ്ടുപോകാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊരു എഡിറ്ററിന് കിട്ടുവാണെങ്കിൽ, അഥവാ എൻ്റെ എന്നിട്ട് ഈ ഒരു തമ്പാനൂർ ബേസ്, ഈ ഒരു ബേസിനെ പേര് തമ്പാനൂർ, അവിടെ ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ബ്രോ എനിക്കൊരു എഡിറ്ററിനെ സംഘടിപ്പിച്ചാൽ. എനിക്കൊരു എഡിറ്ററിനെ എപ്പോഴും ആവശ്യമുണ്ട്. എനിക്ക് ദേവൻ്റെ എഡിറ്ററിനെ ആയാലും മതി. ഇവിടെ നിക്കാൽ എന്നെ അടിക്കൊടുങ്ങി. ചെറുക്ക ഷോണിക്കല്ലേ ഒച്ചെറുക്ക ഇടിച്ചിൻ്റെ പരിക്കാവൂ.
ഗൈസ് ഇക്കാലത്ത് പറയേണ്ടതെന്ന് എനിക്കൊന്ന് സീക്രട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മൈൻക്രാഫ്റ്റ് നമ്മളെ സാധനം കളിക്കാറില്ല. മനസ്സിലായോ? നൈറ്റ് ആവുന്നുണ്ട് ഗൈസ്. ഇപ്പം വരാമേ. അവിടെ ഷിപ്പ് കാണാൻ സൗണ്ട് ഞാൻ പോയി നോക്കിയിട്ടേ പറ്റുന്ന ഷിപ്പിനെ പിടിച്ച് ഗൈസ് ഫൈനലി ഒരു പണി കിട്ടി. ഞാൻ ഇവിടെ വന്ന് പെട്ട് പൂളെടുക്കാൻ വന്നു. പിന്നെ അടിക്കില്ലടാ എനിക്ക് പോടാ. ഈ കണ്ണൊക്കെയാണ് വന്നത്. അയൺ അതിനെ കിട്ടിയില്ല. നമുക്കിനി ഇവിടെ ഡിഗ് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ കിട്ടുവാണെങ്കിൽ. ഇത്രയുള്ള അയണ്ടാടേ മോചങ്കെ ഒരു അയണെങ്കിലും ഇത്ര താ എനിക്ക്. വീട്ടിലൊന്നും കാണാനും പറ്റുന്നില്ല. ഒരു വഴി നോക്കി And finally we got torches bros. Torches ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നമുക്ക് മൈൻഡ് ചെയ്യാൻ മാത്രം കിട്ടും. Yes, finally. ശരിക്കുണ്ടല്ലേ ഇതാണ് കേസ് പണ ദൈവം തരുമ്പോ വായിക്കൊടുത്തല്ലോന്നേ. Finally we got iron bro. ഇത്ര ആർത്തിന്നോ? Oh guys, we got iron. Iron, we got iron, we got iron, we got iron. Iron, we got iron, we got iron.
അയനയനയൻ അയനയനയൻ അയനയനയൻ. അപ്പോൾ ശരി, ഇപ്പോൾ ഒരു കാര്യം നമുക്ക് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതോടെ നമ്മളെ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അതാണ് നമുക്ക് സേഫ് എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓക്കെ, ഈ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.